മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിലംസ് ആണ്. അപ്പൊ നാളെയാണ് നമ്മുടെ +2 എക്കണോമിക്സ് എക്സാം വരുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാ മിസ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ നാളത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് ഒന്ന് മുന്നേ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഓരോ ചാപ്റ്ററിലെയും മൈക്രോ എക്കണോമിക്സിലെ ഓരോ ചാപ്റ്ററിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണാം. മിസ് ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതാ മാർക്കറ്റ് എക്കണോമിയും സെൻട്രലി പ്ലാൻഡ് എക്കണോമിയും തമ്മിലുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഡിഫറൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കാം. മിസ് ഓരോന്നിന്റെ ആൻസർ ഇവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് 4 മാർക്കിന് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാ ഈ ഒരു ടേബിൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ആക്കിയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഡിഫറൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ടേബിൾ ആക്കി തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ അതിന്റെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള ഐറ്റംസിനെ മൈക്രോ ആയിട്ടും മാക്രോ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം റിസോഴ്സസ് ഓഫ് ആൻ എക്കണോമി എന്ന് പറയുമ്പോൾ അത് മാക്രോ ആണ്, ഒരു ഫേമിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് മാക്രോ ആണ്, ദെൻ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്. ദെൻ 4 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. നിർബന്ധമായും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഏതൊക്കെയാ, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ഇതെന്തായാലും പഠിച്ചു വെച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത ചോദ്യമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ദ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം PPC എന്നുള്ളത് ഈ ഒരു ഷേപ്പിലായിരിക്കും, കോൺകേവ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് വരയ്ക്കാനും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. 3 ഫീച്ചേഴ്സേ ഉള്ളൂ. ആ 3 പോയിന്റ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ ഹയർ IC ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. 2 ICകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഈ 3 ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ കണ്ടോ നമ്മുടെ യൂട്ടിലിറ്റി അനാലിസിസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് യൂട്ടിലിറ്റിയെ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാർഡിനൽ യൂട്ടിലിറ്റി ആണ്. യൂട്ടിലിറ്റിയെ റാങ്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഓർഡിനൽ യൂട്ടിലിറ്റി ആണ്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ അടുത്തതായിട്ട് നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺസ് ആണ് ചോദിക്കുന്നത്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്. ഒന്നുകിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാകാം, ഇൻകം കൂടിയിട്ടുണ്ടാകാം. അത് നോർമൽ ഗുഡ്സിന്റെ കേസിൽ ഇൻകം കൂടിയിട്ടുണ്ടാകാം, ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ ഇൻകം കുറഞ്ഞിട്ടുണ്ടാകാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ടാകാം, കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാകാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ 4 ഡിറ്റർമിനൻസ് ആണുള്ളത് അല്ലേ. നമ്മുടെ പ്രൈസ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളാം കേട്ടോ. പിന്നെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും ഡിഫൈൻ ചെയ്യാനും എക്സാമ്പിൾസും സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക വിത്ത് എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾസ് ഈച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോളാം കേട്ടോ. അടുത്തത് നമ്മുടെ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് മാർക്ക് ചെയ്യാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഡയഗ്രവും അതിന്റെ എക്സ്പ്ലനേഷനും നിർബന്ധമായിട്ടും വരയ്ക്കാനും അറിഞ്ഞിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും അറിഞ്ഞിരിക്കണം. ദെൻ അടുത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പെർസെൻറ്റേജ് മെത്തേഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ്, ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് ആണ്, P എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ് ആണ്, Q എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. കമന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 1നേക്കാൾ കൂടുതലായതുകൊണ്ട് ഹൈലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതെന്താ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് ഇതേപോലെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനായിട്ടും അതിലുള്ള ചേഞ്ചസ് വരയ്ക്കാനായിട്ടും. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇൻകം 50 നിന്ന് 70 ആവുകയാണെങ്കിൽ പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം 50ക്ക് പകരം 70 ഇടുന്ന സമയത്ത് നമ്മൾ പുതിയ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഇതേപോലെ കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. പ്രൈസ് 10 ആണ്. സോ 7 വരും. ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ ബി ക്വസ്റ്റ്യനിൽ പ്രൈസ് ഓഫ് X1 10 നിന്ന് 5ലേക്ക് കുറഞ്ഞു എന്ന് പറയുന്നു. അപ്പം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രം നിങ്ങൾ മാറ്റി കണ്ടുപിടിച്ചാൽ മതി. അവിടെ ആദ്യത്തെ ഇൻകം തന്നെ ഇടണം കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ 10 കിട്ടും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 5 തന്നെയായിരിക്കും. അപ്പം ഇതുപോലെ ആയിരിക്കും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ മാറിയിട്ടുണ്ടാവുക. ഓക്കെ,
ദെൻ അടുത്തതായിട്ട് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ വേരിയബിൾ പ്രൊപ്പോർഷൻ എന്തായാലും പഠിച്ചു വെക്കുക. അവിടെ 8 മാർക്കിനൊക്കെയാണ് അത് ചോദിക്കുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി. നമുക്കറിയാം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. അതിന് 3 സ്റ്റേജസ് ഉണ്ട് അല്ലെ? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. ആ 3 സ്റ്റേജിലും ടിപിക്കും എപിക്കും എംപിക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കുക. അതിന്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇതേപോലെ സ്റ്റേജ് സ്പ്ലിറ്റ് ആക്കി വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടെ ഒരു ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനാണ്. എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ 3 റിലേഷൻഷിപ്പേ ഉള്ളൂ എ പിയും എം പിയും തമ്മിൽ. അത് പഠിച്ചു വെക്കുക. പിന്നെ ഇതാ റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അത് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ 3 സ്റ്റേജസ് ഉണ്ട്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ആ 3 സ്റ്റേജസിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വെക്കുക. ദെൻ അടുത്തതായിട്ട് 8 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഇതേപോലെ ടി സി, ടി എഫ് സി, എ എഫ് സി, എ വി സി, എസ് എം സി ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും കേട്ടോ. നമുക്കറിയാം ടി വി സി കാണാൻ എന്ത് ചെയ്താൽ മതി, ടി സിന്ന് ടി എഫ് സി കുറച്ചാൽ മതി. എ സി കാണാൻ ടി സി ബൈ ക്യൂ ചെയ്താൽ മതി. എ എഫ് സി കാണാൻ ടി എഫ് സി ബൈ ക്യൂ ചെയ്താൽ മതി. എ വി സി കാണാൻ ടി വി സി ബൈ ക്യൂ ചെയ്താൽ മതി. എസ് എം സി എന്ന് പറയുന്നത് ടി സിയിൽ വരുന്ന ചേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ അത് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. പിന്നെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്താണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം എല്ലാ ഇൻപുട്ടിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് ഷോർട്ട് റൺ, എല്ലാ ഇൻപുട്ടിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ലോങ് റൺ. ദെൻ അടുത്തത് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും എന്താണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ആവറേജ് പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടി പി ബൈ എൽ ചെയ്താൽ മതി. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് കാണാനാണെങ്കിലോ ടി പി എൽ മൈനസ് ടി പി എൽ മൈനസ് 1, അതായത് ഒരു ടി പിന്ന് തൊട്ടു മുന്നേ ഉള്ള ടി പി മൈനസ് ചെയ്താൽ മതി. ദെൻ ഇതാ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഇത് നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. കൂടുതലും മാച്ച് ദ ഫോളോയിങ് വരാറുള്ളത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഒരുപാട് മാച്ച് ദ ഫോളോയിങ്ങൾ കാണാറുണ്ട്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ സം ഫാക്ടേഴ്സ് ആർ ഫിക്സഡ് ആയിരിക്കും. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് ആയിരിക്കും. ടി എഫ് സി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ടി എഫ് സി പ്ലസ് ടി വി സി ചെയ്താൽ നമുക്ക് ടി സി ആണ് കിട്ടുക. എം സി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതാ എം പിയും എ പിയും കണ്ടുപിടിക്കാനും ചോദിക്കാറുണ്ട്. നമുക്കറിയാം എ പി എന്ന് പറഞ്ഞാൽ ടി പി ബൈ എൽ ആണ്. എം പി എന്ന് പറഞ്ഞാൽ ടി പി എൽ മൈനസ് ടി പി എൽ മൈനസ് 1 ആണ്. ദെൻ ഇതാ എസ് എം സിയും എസ് എ സിയും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. എസ് എം സിയും അതുപോലെ തന്നെ നമ്മുടെ എസ് എ സിയും എ വി സിയും ഒക്കെ ഈ 3 ഡയഗ്രാംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളോട് ഒരു ഡയഗ്രാം തന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഡയഗ്രാംസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ബി സി ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഗ്യാപ്പ് ആദ്യം കൂടുതലായിരിക്കും, പിന്നെ കുറവായിരിക്കും. രണ്ടുപേരെയും അടിയിൽ കൂടെ വന്ന് മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്തിട്ടാണ് എസ് എം സി മുകളിലേക്ക് പോകുന്നത്. അത് വരയ്ക്കുക. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ തിയറി ഓഫ് ദി ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ചാപ്റ്ററിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും പഠിച്ചു വെച്ചോളാം. പിന്നെ നമ്മുടെ 8 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ 3 കണ്ടീഷൻസ് ഉണ്ട്. ഷോർട്ട് റണ്ണിലായാലും ലോങ് റണ്ണിലായാലും സെയിം കണ്ടീഷൻസ് ആണ്. പക്ഷെ ലാസ്റ്റത്തെ കണ്ടീഷൻ മാത്രമേ മാറുന്നുള്ളൂ. ഷോർട്ട് റണ്ണിൽ അത് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ വി സി ആണെങ്കിൽ ലോങ് റണ്ണിൽ അത് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ആർ ഐ സി ആണ്. അതിന്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിച്ചു വെക്കണം. ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഇതിൽ തന്നെ ലോങ് റണ്ണിന്റെ വരയ്ക്കുമ്പോൾ ഇതാ ഈ എ വി സി എന്ന് പറയുന്ന ഡയഗ്രാം ഇവിടെ ഉണ്ടാവില്ല. അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ ഫോളോയിങ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ കർവ്. സപ്ലൈ കർവിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, അതായത് സപ്ലൈയുടെ ഡിറ്റർമിനൻസ് നിർബന്ധമായും പഠിച്ചു വെക്കുക. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണെങ്കിൽ സപ്ലൈ എന്തായാലും കൂടും. ഇനി ഇൻപുട്ട് പ്രൈസ് കൂടിയിരിക്കുകയാണെങ്കിൽ സപ്ലൈ എന്തായാലും കുറയും. അപ്പോൾ സപ്ലൈയുടെ ഡിറ്റർമിനൻസ് ഉണ്ട്. പ്രൈസ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ടെക്നോളജി, അതുപോലെ തന്നെ ഇൻപുട്ട് പ്രൈസ്, യൂണിറ്റ് ടാക്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഇതാ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. പിന്നെ ഇതാ സപ്ലൈയുടെ ഡിറ്റർമിനൻസ് മിസ് പറഞ്ഞതുപോലെ തന്നെ ഇതാ പ്രൈസ്, ടെക്നോളജി, യൂണിറ്റ് ടാക്സ്, ഇൻപുട്ട് പ്രൈസ്. യൂണിറ്റ് ടാക്സും ഇൻപുട്ട് പ്രൈസും മാത്രം നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് സപ്ലൈയുമായിട്ട് കാണിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നോർമൽ പ്രോഫിറ്റും സൂപ്പർ നോർമൽ പ്രോഫിറ്റും എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. ടി ആർ ഈക്വൽ ടു ടി സി ആകുന്ന ആ സിറ്റുവേഷനെ തന്നെയാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് എന്ന് ശരിക്കും പറയുന്നത്. ഇനി പ്രോഫിറ്റ് എന്തെങ്കിലും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ജോമെട്രിക് മെത്തേഡ് ഉണ്ട്.
അതിൽ 3 ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. വൈ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നമ്മുടെ സീറോയിലാണെങ്കിൽ അത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എക്സ് ആക്സിസിൽ കട്ട് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് ലെസ് ദാൻ 1 ആയിരിക്കും എന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ ബ്രേക്ക് ഇവൺ പോയിന്റും ഷട്ട് ഡൗൺ പോയിന്റും എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, കാരണം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഇങ്ങനെ TR, AR, MR ഒക്കെ കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത് സിമ്പിളാണ്. TR P × Q ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി AR ആണെങ്കിൽ TR/Q ചെയ്താൽ മതി, MR ആണെങ്കിൽ ഡെൽറ്റ TR/ഡെൽറ്റ Q ചെയ്താൽ മതി. ഇവിടെ പ്രോഫിറ്റ് ഒക്കെ കാണാൻ പറയുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ TR - TC ആണ് കേട്ടോ. ദെൻ അടുത്തത് ഇത് ഡയഗ്രത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ TR ഇങ്ങനെ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രം ആയിരിക്കും. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്കറിയാലോ P = AR = MR ആയിരിക്കും. അത് ഏത് ഔട്ട്പുട്ട് ലെവലിലും സെയിമും ആയിരിക്കും. ദെൻ അടുത്തത് മാർക്കറ്റ് ഇക്വിലിബ്രിയം, നമ്മുടെ മൈക്രോയിലെ അവസാനത്തെ ചാപ്റ്റർ ആണ്. ഇതിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണാറില്ല. അതായത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങളത് സോൾവ് ചെയ്ത് P കണ്ടുപിടിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ Pക്ക് പകരം നമ്മൾ കിട്ടിയ നമ്പർ ഇട്ട് കൊടുത്തിട്ട് Q കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തതായിട്ട് പ്രൈസ് സീലിംഗ് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് വല്ലാതെ കൂടുതലാണെന്ന് ഗവൺമെന്റിന് തോന്നിക്കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസാണ് പ്രൈസ് സീലിംഗ്. അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളാം. പിന്നെ ഇക്വിലിബ്രിയം പ്രൈസിനും ഔട്ട്പുട്ടിനും എന്ത് സംഭവിക്കും? ഡിമാൻഡ് കൂടുകയാണെങ്കിലും സപ്ലൈ കുറയുകയാണെങ്കിലും. അപ്പോൾ ഡിമാൻഡ് മാത്രം കൂടുന്നതായിട്ട് റൈറ്റിലേക്ക് വരച്ച് കാണിച്ചു കൊടുക്കുക, സപ്ലൈ മാത്രം കുറയുന്നതായിട്ട് ലെഫ്റ്റിലേക്ക് വരച്ച് കാണിച്ചു കൊടുക്കുക. ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല. മിസ് എപ്പോഴും പറയാറുണ്ട്, ഈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും ഷിഫ്റ്റ് ഇൻ സപ്ലൈ നിങ്ങൾ പഠിക്കേണ്ട. കാരണം അതിങ്ങനെ ക്വസ്റ്റ്യൻ വരും, നിങ്ങളത് വരച്ച് നോക്കിയാൽ മാത്രം മതി, കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ദെൻ അടുത്തത് എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? നമുക്കറിയാം മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. പിന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് റീസെന്റ് ഇത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. റീസെന്റ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാവ് ഡിസൈഡഡ് ടു റെസ്ട്രിക്ട് ദി എക്സ്പോർട്ട് ഓഫ് ഒനിയൻ ടുവേർഡ്സ് ഫോറിൻ കൺട്രീസ്. അതായത് ഉള്ളിയുടെ എക്സ്പോർട്ട് നമ്മൾ ബാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഉള്ളിയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉള്ളിയുടെ ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും എന്ത് മാറ്റം വരുന്നതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഉള്ളിയുടെ ഡിമാൻഡ് ആണോ കൂടുക, പ്രൈസ് ആണോ കൂടുക, അല്ലെങ്കിൽ ഡിമാൻഡോ സപ്ലൈയോ ആണോ കൂടുക കുറയോ ചെയ്യുന്നത് എന്ന് ആലോചിക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളി എക്സ്പോർട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഉള്ളിയും വിൽക്കാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കും. സോ ഉള്ളിയുടെ സപ്ലൈ നമ്മൾ കൂടുന്നതായിട്ട് വരച്ച് കാണിക്കാം. ഓക്കെ, ദെൻ അടുത്തത് പാഡിയുടെ പ്രൈസ് 21 ആയിരുന്നു, പക്ഷേ ഗവൺമെൻറ് അത് 26 ആക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പ്രൈസ് ഫ്ലോർ ആയിരിക്കും. പ്രൈസ് ഫ്ലോർ എന്താണ്, അതിൻ്റെ ഡയഗ്രാം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ എന്താണ് എക്സസ് ഡിമാൻഡ്, എന്താണ് എക്സസ് സപ്ലൈ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, സുഖമായിട്ട് പഠിക്കാം. എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈനേക്കാൾ കൂടുന്ന സിറ്റുവേഷൻ ആണ്. എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് ഡിമാൻഡിനേക്കാൾ കൂടുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ നോക്കണം. ഇത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാരണം നാളത്തെ പബ്ലിക് എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മൈക്രോ എക്കണോമിക്സിൽ നിന്നും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ മക്കളെല്ലാവരും എന്തായാലും പഠിച്ചിട്ട് വെക്കുക. ഇനി ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ മാരത്തോൺ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.